രാജഭരണമൊക്കെ മാറി, പക്ഷെ രാജാവ് തന്നെയാണ്. കാരണം ഈ ഒരു രാജാവിൻ്റെ തലയെടുപ്പിനെ വെല്ലാനൊന്നും ആ കാലഘട്ടത്തിൽ മറ്റൊരു രാജാവോ യുവരാജാവോ ആരും തന്നെ ഇല്ലായിരുന്നു. പറഞ്ഞു വരുന്നത് 2005 മോഡൽ മെർസിഡീസ് ബെൻസിൻ്റെ ഇ സീരീസ് വെഹിക്കിളാണ്. നമ്മുടെ ഷോറൂമിൽ ഇന്നിപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഡീക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും കിട്ടിയിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ വാഹനത്തിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറകളും പെയിൻറ്റിലൊക്കെ തന്നെ ഡാമേജും ഒക്കെ വന്നിരിക്കുകയാണ് വാഹനത്തിൽ. ഇൻറ്റീരിയറിലും അതുപോലെ തന്നെ ഡിഫക്റ്റൊക്കെ ഒരുപാടുണ്ട്. ചില ഏരിയയിലൊക്കെ പെയിൻറ്റിൽ നല്ല രീതിയിൽ കറകൾ ഡീപ്പായിട്ട് തന്നെ ബോഡിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലെ പെയിൻറ്റിനൊക്കെ തന്നെ ചെറിയ രീതിയിൽ വെതർ ക്രാക്ക് പോലെയൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ടെയിൽ ലാമ്പും ഹെഡ് ലാമ്പും ഒക്കെ തന്നെ നല്ല രീതിയിൽ വെതർ ക്രാക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഷൈനിങ് ഫീലൊക്കെ തന്നെ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു നിലവിലത്തെ അവസ്ഥ ഫുൾ യെല്ലോ ഷെയ്ഡായിട്ടുള്ള ലെവലിലാണ് ഇരിക്കുന്നത്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു മെർസിഡീസിൻ്റെ ഇൻറ്റീരിയർ. ഇത് വന്നിട്ട് ഇൻറ്റീരിയർ നമ്മൾ ഡീപ്പ് ക്ലീൻ കൂടി ചെയ്യാനായിട്ടുണ്ട്. ലെതർ എല്ലാം തന്നെ യെല്ലോ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മുടെ ഡോർ പാഡ്സും കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ജെനുവിൻ കളറൊക്കെ മാറിത്തുടങ്ങിയെന്നല്ല, ഒരുപാട് ഡള്ളായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്തൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ടാണ് ഇന്നിപ്പോൾ ടീം സിയോണിൽ ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. വാഹനത്തിനകത്തു നിന്നൊക്കെ കുഞ്ഞു ഉറുമ്പുകളൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം നമ്മളിപ്പോൾ ഫുള്ളൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഷോറൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആക്ച്വലി റീസ്റ്റോർ എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചു പുറക്കി പെയിൻ്റ് അടിച്ച് ആ രീതിയിലല്ല, ഇതിൻ്റെ ആ ഒരു പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും അത് നമ്മൾ ഒരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. എത്രത്തോളം മാക്സിമം ഇതിനെ ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലോട്ട് പെയിൻറ്റിങ് കൂടാതെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ആക്ച്വലി ശ്രമിക്കാൻ പോകുന്നത്. ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും റീപെയിൻറ്റഡ് ആണ് കേട്ടോ. അല്ലാണ്ട് വേറെ ബോഡിയിലെ ഏരിയയിലൊന്നും തന്നെ നമ്മളിപ്പോൾ ഇനി പെയിൻറ്റിങ് ചെയ്യുന്നില്ല. അല്ലാണ്ട് തന്നെ അതിനെ റീസ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വീഡിയോ എന്തായാലും നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഇടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡീപ്പായിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. നമ്മൾ വർക്ക് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്സും നമുക്ക് തരാനും പറ്റത്തുള്ളൂ. നിലവിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾക്കും അറിയാൻ പറ്റത്തുള്ളൂ. വാഹനത്തിൻ്റെ നിലവിലത്തെ കണ്ടീഷൻ്റെ ഒരു ഫുൾ വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനത്തിൻ്റെ നിലവിലത്തെ കണ്ടീഷൻ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോ കൂടി കാണുക. ഇത്തരത്തിൽ ഇനിയും വർക്കുകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ വിശേഷം. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.